നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി.സി. ജോർജിൻ്റെ കടന്നുവരവോടെ അക്ഷരാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് കേരളത്തിലെ BJP സംവിധാനം. പി.സി. ജോർജിനെ എങ്ങനെ ഒതുക്കും എന്ന ആശങ്കയാണ് പൊതുവെ BJPയിൽ. അനിൽ ആൻ്റണി ഇന്നലെ പി.സി. ജോർജിൻ്റെ വീട്ടിലെത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. തന്ത്രപരമായാണ് പി.സി. ജോർജ് പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് വീണ്ടും ഇവനൊരു കൊച്ചു പയ്യനല്ലേ എന്ന തരത്തിൽ അനിൽ ആൻ്റണിയെ ഇടിച്ചു താഴ്ത്തി തന്നെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജിൻ്റെ പല പരാമർശങ്ങളും. ഒരു കാര്യം വ്യക്തമാണ്, പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയെ പൊട്ടിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും പി.സി. ജോർജ് പയറ്റും. ഇതിനിടയിൽ ഇന്ന് പി.സി. ജോർജിൻ്റെ വീട്ടിൽ രാവിലെ ജനപക്ഷ പ്രവർത്തകർ ഒത്തുചേർന്നു. പി.സി. ജോർജ് പത്തനംതിട്ടയിൽ സ്വതന്ത്രനായി മത്സരിക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം. വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് ഇന്ന് പി.സി. ജോർജ് നടത്തുന്നത്. സഭാ പിതാക്കന്മാരുമായും പുരോഹിതന്മാരുമായുമൊക്കെ പി.സി. ജോർജ് ചർച്ചകൾ തുടരുന്നു. പത്തനംതിട്ടയിൽ ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട് പിടിക്കാൻ കഴിയും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു മത്സരത്തിനിറങ്ങി നാണം കെട്ടാൽ അത് പി.സി. ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ പൂർണ്ണമായി അന്ധകാരത്തിലാക്കും. അതുകൊണ്ട് സൂക്ഷ്മതയോടെ നീങ്ങണമെന്നാണ് ഒരു കൂട്ടർ ഉപദേശിക്കുന്നത്. ഗവർണർ സ്ഥാനം നൽകാം, മറ്റുന്നത പദവികളൊക്കെ നൽകാം എന്നൊക്കെ BJP വെറുതെ വ്യാമോഹിപ്പിക്കുന്നതാണ്. 2018 അനുഭവം അവരുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ തന്നെ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെയല്ല പി.സി. ജോർജ് BJPയിലേക്ക് കയറി ചെന്നത്. പ്രതീഷ് വിശ്വനാഥനും രാജീവ് ചന്ദ്രശേഖരുമൊക്കെയാണ് ഇക്കാര്യത്തിൽ പി.സി. ജോർജിനെ സഹായിച്ചത്. തുടക്കം മുതൽ കെ. സുരേന്ദ്രൻ വളരെ ജാഗ്രതയോടെ തന്നെയാണ് പി.സി. ജോർജിൻ്റെ കടന്നുവരവിനെ നിരീക്ഷിച്ചതും. പി.സി. ജോർജിൻ്റെ കടന്നുവരവ് ഏറ്റവുമധികം പല്ലുകടി ഉണ്ടാക്കിയത് തുഷാർ വെള്ളാപ്പള്ളിക്കും തന്നെ. രണ്ടിനിട്ടും ഇക്കഴിഞ്ഞ ദിവസം കണക്കറ്റ് കൊടുത്തിരുന്നു പി.സി. ജോർജ്. തുഷാർ വെള്ളാപ്പള്ളിയെ ഇന്ന് നേരിട്ട് കടന്നാക്രമിച്ചില്ല പി.സി. ജോർജെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാം വ്യക്തമാണ്. തുഷാർ വെള്ളാപ്പള്ളി ഒരു സ്മാൾ ബായിയല്ലേ എന്നായിരുന്നു പി.സി. ജോർജിൻ്റെ ചോദ്യം. സ്മോൾ എന്ന വാക്കല്ല പി.സി. ജോർജ് ഉപയോഗിച്ചത്, സ്മാൾ എന്നു തന്നെ. തുഷാർ വെള്ളാപ്പള്ളി സ്മോൾ എന്ന് പറഞ്ഞത് ചെറുതെന്ന അർത്ഥത്തിലല്ല എന്ന് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. സ്മോൾ എന്ന് മറ്റു ചിലതിനെക്കുറിച്ചൊക്കെ യുവാക്കൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെയൊരു സ്മോളാണ് എന്ന് തന്നെ പി.സി. ജോർജ് ഇന്ന് കടന്നാക്രമിച്ചു പറഞ്ഞു. എന്നാൽ പി.സി. ജോർജിന് മറുപടിയുമായി സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രൂക്ഷമായ വിമർശനങ്ങളാണ് പി.സി. ജോർജിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയത്. മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളിയോട് പി.സി. ജോർജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അപ്രസക്തനെ പ്രസക്തനാക്കാനാണ് നോക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി തിരിച്ചടിച്ചു. എനിക്ക് കേരള മുഖ്യമന്ത്രിയാകണമെന്ന് തോന്നിയാൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഊളംപാറയിൽ പ്രവേശിപ്പിക്കുകയാണ്. സ്നേഹമില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം, അത്രേ ഇതിന് മറുപടിയുള്ളൂ. പത്തനംതിട്ടയിൽ മത്സരിച്ച് MP-ആയി കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ മോഹിച്ച പി.സി. ജോർജിനെ കണക്കറ്റ് പരിഹസിക്കുകയാണ് വെള്ളാപ്പള്ളി. ഇങ്ങനെയൊക്കെ കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ചാൽ ഊളംപാറയായിരിക്കും നല്ലത് എന്ന് വെള്ളാപ്പള്ളി അങ്ങ് പറഞ്ഞു വെച്ചു. ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട്, അർഹതയില്ലാത്തതുണ്ട്. ചുമ്മാതിരുന്ന് തവള വീർക്കും പോലെ വീർത്തിട്ട് കാര്യമില്ല. വീർത്താൽ വയറുപൊട്ടിപ്പോകുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല. പി.സി. ജോർജിൻ്റെ കുടവയറിനെ കുറിച്ചാണോ വെള്ളാപ്പള്ളി പരിഹസിച്ചത് എന്ന് വ്യക്തമല്ല. എന്തായാലും കുടവയറ് വെള്ളാപ്പള്ളിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ പരിഹാസവും മുഴങ്ങുന്നു. വെള്ളാപ്പള്ളി കണ്ണാടിയിൽ നോക്കിയാണോ ആ തവള വയറിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചിലർ ചോദിക്കുന്നു. പി.സി. ജോർജിൻ്റെ വയറാണോ അതോ വെള്ളാപ്പള്ളിയുടെ വയറാണോ ആദ്യം പൊട്ടുന്നത് എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. എന്തായാലും രണ്ടും കൂടി തമ്മിലടിച്ച് BJPയുടെ ഗതി പരഗതിയാക്കും ഈ കേരളത്തിൽ. പി.സി. ജോർജിനോട് ദേഷ്യമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളിയോട് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഉത്തരം വ്യക്തം. ഞങ്ങളുടെ ജാതിയെ അസഭ്യം പറഞ്ഞ ആളാണ് പി.സി. ജോർജ്, തെണ്ടി എന്നൊക്കെയാണ് ഞങ്ങളെ അഭിസംബോധന ചെയ്തത്. പി.സി. ജോർജ് BJPക്ക് ഒരു ഭാരമാണോ അല്ലയോ എന്ന ചോദ്യത്തിനും വെള്ളാപ്പള്ളിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകുമെന്നാണ് വെള്ളാപ്പള്ളി തട്ടിവിട്ടത്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ പി.സി. ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കുമെന്നൊക്കെ ഇവിടെ പറഞ്ഞില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിവെക്കുന്നവനെ ഒന്ന് നിർത്തി ശക്തി പരീക്ഷിക്കേണ്ടതായിരുന്നു. അത് തെറ്റായിപ്പോയി. എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ BJPയിൽ ചെന്ന് ലയിച്ചത്. ആർക്കേലും വേണോ? കോൺഗ്രസിന് വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട, അവസാനം ജനപക്ഷം ലയിച്ചുപോയി. കടുകട്ടിയാണ് എന്തായാലും വെള്ളാപ്പള്ളിയുടെ പരിഹാസം. തുഷാർ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പി.സി. ജോർജിനോട് ചോദിച്ചപ്പോൾ അവൻ ചാക്കോച്ചൻ്റെയൊക്കെ കൂട്ടുകാരനല്ലേ, കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്മാൾ ബോയ് എന്ന തട്ട് തട്ടിയത്.
തുഷാറിനിട്ടും വെള്ളാപ്പള്ളിക്കിട്ടും കണക്കിന് കൊടുത്ത് മുന്നേറുകയാണ് ഒരു വശത്ത് PC ജോർജ്. NDAയുടെ ഒരു സ്ഥിതി അതാണിപ്പോൾ ജനങ്ങൾ പരസ്പരം പരിഹസിക്കുന്നത്. തങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്നതിൽ എല്ലാവർക്കും കരുതലുണ്ടാകണമെന്ന് സുരേന്ദ്രൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഇത്തരം പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ തുടർന്നാൽ കടുത്ത നടപടികളെടുക്കും എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. സുരേന്ദ്രനെയും ഔദ്യോഗിക നേതൃത്വത്തെയും ഒക്കെ കട്ടയ്ക്ക് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഒരു വശത്ത് പഴയ ജനപക്ഷം പ്രവർത്തകർ. BJPക്കുള്ളിലേക്ക് കടന്നു കയറിയ ഈ പ്രേതം പൂർണ്ണമായി BJPയെ തന്നെ ഇനി ആക്രമിച്ചില്ലാതാക്കുമോ എന്ന സംശയം കേരളത്തിലെ സാധാരണ BJP പ്രവർത്തകരിലും ശക്തമായി. പത്തനംതിട്ടയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ അടുത്ത കാലത്ത് PC ജോർജിൻ്റെ ഇമേജ് ഇത്തിരി കണ്ട് വർദ്ധിച്ചിരുന്നു. എന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ ഇനി BJPക്ക് കഴിയില്ല. മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ PC ജോർജിന് കൊടുത്താൽ അതും തങ്ങൾക്ക് വിനയാകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക നേതൃത്വം. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ കെട്ടഴിച്ച് വിട്ടുകൊണ്ട് പരമാവധി PC ജോർജിനെ എടുത്ത് കുടയുകയാണ് അവരുടെ തന്ത്രം. 1977 പൂജാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VJ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾക്കൊടുവിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ഇതേ PC ജോർജ്. പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു. PJ ജോസഫുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പാർട്ടിയുടെ ലീഡർ സ്ഥാനം വരെ PC ജോർജിൻ്റെ കൈകളിൽ വന്നു. എങ്കിലും 2004 മെയ് 31 ജോസഫ് ഗ്രൂപ്പിൽ നിന്നിറങ്ങി. തുടർന്ന് ആ പാർട്ടിയിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് സെക്യുലർ എന്നൊരു പാർട്ടി രൂപീകരിച്ചു. ആ സമയത്ത് PC ജോർജ് LDFിൽ അംഗമായിരുന്നു. അതിനുശേഷം സെക്യുലർ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ച് UDF അംഗമായി. 2015 കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 2016 തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പൊരുതി മത്സരിച്ച് വിജയിച്ചു വന്ന PC ജോർജ് ജനപക്ഷം എന്ന പാർട്ടിയിലൂടെ വീണ്ടും കരുത്തനാകും എന്ന തോന്നൽ ഉളവാക്കി. 2018 NDA മുന്നണിയിൽ ചേർന്ന് ജനപക്ഷം ശക്തി പ്രകടനം നടത്തിയത്. ഒരൊറ്റ വർഷം മാത്രമാണ് ആ ബാന്ധവം നിലനിന്നത്. 2019 NDAയിൽ നിന്ന് പുറത്തിറങ്ങിയ PC ജോർജ് NDAയ്ക്കെതിരെ മുച്ചൂടും ചീത്ത പറഞ്ഞുകൊണ്ടാണ് തൻ്റെ കലി തീർത്തത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂജാർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സെബാസ്റ്റ്യൻ കൊളത്തുങ്കലിനോട് അങ്ങ് പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് LDF UDF BJP എന്നൊന്നും PC ജോർജിനില്ല അപ്പോൾ എടുക്കുന്ന നിലപാടുകൾ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ വെട്ടിവീഴ്ത്താൻ ഒരു മടിയും കാണിക്കില്ല ഇനിയും PC ജോർജ്. തുടർന്നുള്ള രാഷ്ട്രീയ ഭാവി എങ്ങനെയാവും എന്ന ആലോചനയിലാണിപ്പോൾ പൂഞ്ഞാറിലെ വീട്ടിൽ PC ജോർജ്. അതുകൊണ്ട് ഇന്ന് സൂക്ഷ്മതയോടെ മാത്രമേ മാധ്യമങ്ങളോട് പ്രതികരിക്കൂ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ രൂക്ഷമായ ആക്രമണങ്ങൾ PC ജോർജിനെ ഒട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. NDA മുന്നണി ആകെ പതറി നിൽക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.